കാത്തിരുന്ന നിമിഷം ഇതാ വന്നെത്തിയിരിക്കുന്നു. വേൾഡിൽ ഏറ്റവും വലിയ വേൾഡ് കപ്പ് നമ്മളിതാ കാണാനായിട്ട് പോവുകയാണ്. നമ്മൾ ഏറ്റവും വലിയ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും വലിയ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്തൊരു ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്യാൻ പോകുന്നത് IM വിജയനും ബോച്ചയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ പരിപാടികളുടെ ഹൈലൈറ്റ്സാണ്. 2030 മുതൽ 2022 വരെ ജയിച്ച ഫുള്ള് കംപ്ലീറ്റ് വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ. അപ്പോൾ 30-ൽ ഉറുഗ്വേയാണ് ചാമ്പ്യന്മാരായത്, 34-ൽ ഇറ്റലി, 38-ൽ വീണ്ടും ഇറ്റലി, 50-ൽ ഉറുഗ്വേ, പിന്നെ ജർമ്മനി, ബ്രസീലൊക്കെ വേൾഡ് കപ്പ് എടുത്തിട്ട് 2002-ലാണ് അവസാനം എടുത്തത്. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം 20 വർഷത്തിന് മുകളിലായി. എന്നെടുക്കണ്ട വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് വെറും ബേസാണ്. ഇത് ഏകദേശം എത്ര ആളുടെ ഹൈറ്റ് ഉണ്ടാവും, സ്റ്റാൻഡ് വെച്ച് നോക്കുമ്പോൾ ഒരു 5-6 ആളുടെ ഹൈറ്റ് ഉണ്ടാവും. അത്രയും അടി ഉയരമുള്ളൊരു റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോണത് ബോബി ചെമ്മണ്ണൂരും IM വിജയനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം അവർ വരുന്നേ ഉള്ളൂ, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എക്സൈറ്റഡ് അല്ലേ? വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ കൂടെ വരുന്നത് ബോബി ചെമ്മണ്ണൂരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഒറ്റപ്പാലത്തെ ഗംഭീര പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്, കാത്തിരിപ്പാണ്. അപ്പോൾ കൂടുതൽ വേൾഡ് കപ്പ് എങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതുണ്ടോ, അത്ര ക്രെയിനൊക്കെ വെച്ച് എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് അറിയുമോ? അതറിയില്ല. അപ്പോൾ എവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. PT ആഡ്സ് പറഞ്ഞിട്ടുള്ള പ്രീമിയർ ട്രാഫിക് അഡ്വർടൈസിങ് കമ്പനിയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, അവരൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇന്നത്തെ ദിവസം പാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കിയുള്ള ദിവസം പാസ് ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയുമ്പോൾ പറയാം വീഡിയോയിൽ. വേൾഡ് കപ്പ് ഞാൻ അധികം കാണലില്ല, അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല കേട്ടാ. വ്യൂ അടിപൊളിയുണ്ട്. അത് കൂടി എടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. എന്താ വേൾഡ് കപ്പിനെ കുറിച്ച് പറയാനുള്ളത്? വേൾഡ് കപ്പ് കണ്ടിട്ട് ഇന്ന് സ്പെയിനിന്റെ കളി ഉണ്ട്, അത് കാണാം. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിനകം തന്നെ നമ്മളുടെ പ്രോഗ്രാമിന്റെ ഒഫീഷ്യൽ സെറമണീസിലോട്ട് നമ്മൾ കടക്കുന്നത്. ബ്യൂട്ടിഫുൾ ഇവന്റ് PT ആഡ്സ് പ്രസൻസ് ബിഗസ്റ്റ് വേൾഡ് കപ്പ് മോഡൽ എക്സിബിഷൻ വേൾഡ് ആണ്. വൺസ് അഗൈൻ നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് നല്ലൊരു കൈയടി. ഈ ആഫ്രിക്ക വേദിയിലെ വിശിഷ്ടാതിഥികളെ, നല്ലവരെ നാട്ടുകാരെ, ഞാനിന്ന് അപ്പോൾ ആഫ്രിക്കയോടും ഫാമിലിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. വാക്ക് പറഞ്ഞതിന് ഭയങ്കര മോശം കേട്ടോ. സൽമാൻ ഞാനും പെറ്റാണ്. സൽമാൻ ഇന്നലെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ പുള്ളിക്കാരൻ. അപ്പോൾ കുറെ പേര് ഇവരുടെ ഫ്രണ്ട്സ് കട്ട ചങ്സ് ഉണ്ട് അവിടെ. കാത്തിരുന്ന നിമിഷം ഇതാ വന്നെത്തിയിരിക്കുന്നു. വേൾഡിൽ ഏറ്റവും വലിയ വേൾഡ് കപ്പ് നമ്മളിതാ കാണാനായിട്ട് പോവുകയാണ്. തീർച്ചയായും ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇവിടെ എത്തിച്ചേർന്നതിൽ ഒത്തിരി അഭിമാനം തോന്നുന്ന നിമിഷമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
യെസ്, അദ്ദേഹം ഇന്നത്തെ ദിവസത്തിനായിട്ട് എടുത്തിട്ടുള്ള എഫേർട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു കൈഡി പറ്റില്ല. ഒരിക്കൽ കൂടി എല്ലാ അടുത്തതായി I'm inviting Mrs. ആബിദ. അതിനുശേഷം ദുബായിലെ ചുമരില് ചിത്രങ്ങൾ